ഹായ് ഓൾ, നമ്മളിന്ന് സെക്ഷൻ ഡിയിലെ അടുത്തൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് നമുക്കൊന്ന് ആലോചിച്ചൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് തുടങ്ങിയാലോ. നമ്മൾ ഇത്രയും ദിവസം എന്തൊക്കെയാണ് പഠിച്ചത്? റിസ്ക് എന്താണെന്ന് പഠിച്ചു, അൺസർട്ടനിറ്റി എന്താണെന്ന് പഠിച്ചു, അതേപോലെ റിസ്ക് മാനേജ്മെൻറ്റ്, ട്രഡീഷണൽ റിസ്ക് മാനേജ്മെൻറ്റും എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റും പഠിച്ചു. അതോടൊപ്പം തന്നെ ബെനിഫിറ്റ്സ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ പഠിച്ചത്. എടാ ആലോചിച്ച് നോക്കി, ഇത്തരം ടോപ്പിക്സ് എന്താണ്? ഒരു ബേസിക്സ് അല്ലേ? റിസ്ക് മാനേജ്മെൻറ്റ് വരാം, റിസ്ക് മാനേജ്മെൻറ്റ് ബേസിക്സ് വരാം. ഈ ഒരു സെക്ഷൻ്റെ പേര് തന്നെയല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? ബേസിക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്, മീൻസ് ഈ ഒരു സെക്ഷൻ വൈസ് നോക്കുമ്പോൾ കുറച്ച് ലെങ്ത് ഉള്ള ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ടോപ്പിക്ക് ഏതാണെന്ന് നോക്കിയാലോ. ടോപ്പിക്കിൻ്റെ പേര് വരുന്നത് ടൈപ്സ് ഓഫ് റിസ്ക്. ഓക്കെ, ഞാൻ ഓവർവ്യൂ വീഡിയോ ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഏകദേശം 24 ടൈപ്പ് ഓഫ് റിസ്കിനെ കുറിച്ച് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ 24 എണ്ണം ഉണ്ട് എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമുക്ക് സിമ്പിളി കോൺസെപ്റ്റ് വൈസ് പഠിക്കുകയാണെങ്കിൽ നല്ല ടോപ്പിക്കാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറച്ച് വെറൈറ്റി, മീൻസ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇതായിട്ട് ഫീൽ ചെയ്യേണ്ടത് എന്താണ് ഈ റിസ്കിൽ നിന്നും അടുത്ത റിസ്കിലേക്ക് എത്തിയപ്പോൾ മീൻസ് വ്യത്യാസം എന്താണ്, ഡിഫറൻസ് എന്താണ്, ആ ഒരു സംഭവം കിട്ടിയാൽ നമുക്ക് സിമ്പിളി പഠിച്ച് മാറാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. മീൻസ് ഫസ്റ്റ് റിസ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് റിസ്ക് എന്തായിരുന്നൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് തുടങ്ങിയാലോ. കാരണം നമ്മൾ റിസ്കിൻ്റെ ടൈപ്പ് അല്ലേ പഠിക്കുന്നത്. അപ്പോൾ റിസ്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുക. റിസ്ക് എന്തായിരുന്നടാ? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും ഒരു കമ്പനിക്ക്. ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും ആ കമ്പനിയെ തടയുന്ന എന്തോ ഒരു ഇവൻ്റ് ഓർ ആക്ഷനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് റിസ്കിൻ്റെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാര്യങ്ങൾ കാണാവുള്ളൂ. കാരണം നമ്മൾ ബേസിക്സ് കാര്യങ്ങളെല്ലാം ഇതുവരെയുള്ള ക്ലാസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിസ്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് റിസ്ക് എന്താണ്? ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എല്ലാ റിസ്കിൻ്റെയും പേരിൽ തന്നെ ഉണ്ട് എന്താണ് ആ റിസ്ക്, മീൻസ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എന്താ പേരിൽ തോന്നുന്നത്? ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന റിസ്ക്കാണ് ബിസിനസ് റിസ്ക്. അതാണ് ബിസിനസ് റിസ്ക്. പക്ഷെ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിസിനസ് റിസ്ക് ഈസ് ദ ചാൻസ് ദാറ്റ് എ കമ്പനീസ് പ്രോഫിറ്റ് മേ ചേഞ്ച് ബിക്കോസ് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് ചേഞ്ച് ഇൻ ഡിമാൻഡ്, സെല്ലിംഗ് പ്രൈസസ്, ഇൻപുട്ട് കോസ്റ്റ്, സപ്ലൈ ചെയിൻ പ്രോബ്ലംസ്. എന്താ പറഞ്ഞേക്കുന്ന? കമ്പനിയുടെ അല്ലെ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യാം? ചേഞ്ച് ആവാം, കുറയാം എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ കമ്പനിയുടെ ഏണിങ്സ് എന്ത് ചെയ്യാം? കുറയാം. എപ്പോൾ കുറയാം? എന്തോ ഒരു സംഭവം, എന്തോ ഒരു ഫാക്ടേഴ്സ് മൂലം. ഇപ്പം ജസ്റ്റ് എക്സാമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക. നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ പെട്ടെന്ന് ഇടിഞ്ഞു പോയി. നമ്മളെ നോക്കിയ ഓർമ്മയുണ്ടോ? നോക്കിയ എന്താ പറ്റിയത്? പെട്ടെന്നല്ല അതിൻ്റെ ഡിമാൻഡ് ഇടിഞ്ഞു പോയത്. വേറൊരു പ്രൊഡക്റ്റ് വന്നപ്പോഴത്തേക്കും, നല്ലൊരു പ്രൊഡക്റ്റ് വന്നപ്പോൾ അതുപോലെ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്ത് പെട്ടെന്ന് ഇല്ലാതായി, മീൻസ് ഇടിഞ്ഞു പോയി. അല്ലെങ്കിൽ നമ്മളെ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ടും കൂടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളെ പ്രോഫിറ്റ് കുറയാം, അല്ലെങ്കിൽ നമ്മളെ ഏണിങ്സ് കുറയാം. നമ്മൾ സെയിൽസ് കുറയുമ്പോൾ ഏണിങ്സ് കുറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന, ബിസിനസ്സിനകത്തുള്ള ഏണിങ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന എന്തോ ഒരു ഫാക്ടർ സംഭവിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് നമ്മളെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏണിങ്സ് കുറഞ്ഞു. ആ ഒരു ഇവൻ്റ് ഒരു ആക്ഷൻ ഇല്ലേ, അതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? പ്രോഫിറ്റ് നേടുക അല്ലെങ്കിൽ ഏണിങ്സ് നേടുക എന്നുള്ളതായിരുന്നു ഒബ്ജക്റ്റീവ് വന്നത്. അതെന്ത് ചെയ്തില്ല? എന്തോ ഒരു ഇവൻ്റ് ഓർ ആക്ഷൻ, മീൻസ് ജസ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോഴത്തേക്കും ഡിമാൻഡ് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശത്തിലേക്ക് എത്തിയില്ല, ഒബ്ജക്റ്റീവിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ബിസിനസ് റിസ്ക്. നമ്മൾ പറയുന്ന ഒട്ടുമിക്ക റിസ്ക്കുകളും ബിസിനസ് റിസ്ക് തന്നെയാണ്. ഇതിനുള്ളിലാണ് പല റിസ്ക്കുകളും വരുന്നത്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മൾ എക്കണോമിക് റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ഇതെല്ലാം ഒരു ബിസിനസ് റിസ്ക്കാണ്. അതാണ് ഈ ഒരു സെക്ഷനിലെ പ്രശ്നം വരുന്നത്. പലതും നമുക്ക് സെയിം ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, റിസ്കിനെ കുറിച്ച് ടൈപ്സ് ഓഫ് റിസ്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു റിസ്കിൽ നിന്ന് അടുത്ത റിസ്കിലേക്ക് പോകുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ കോൺസെപ്റ്റ് പ്രോപ്പർലി മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക. ജസ്റ്റ് എക്സാംസിൽ ചോദിക്കുന്നത് ഒരു സിനേരിയോ തരും, അതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ഏത് റിസ്ക്കാണ് അവിടെ മെൻഷൻ ചെയ്തതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. അത് പറ്റിക്കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നമ്മൾ ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിസ്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഇഫ് എ കമ്പനീസ് റോ മെറ്റീരിയൽ പ്രൈസസ് ഇൻക്രീസസ്, അതായത് റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടി. റോ മെറ്റീരിയൽ പ്രൈസ് കൂടുമ്പോൾ എന്താ കമ്പനിക്ക് സംഭവിക്കുക? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും? അതും കൂടും. ഇപ്പം 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 12 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ എന്തുവാകും? ആ ഒരു റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ആയത് അവിടെയും കൂടും. റോ മെറ്റീരിയൽ പ്രൈസസ് ഇൻക്രീസസ്, പ്രൊഡക്ഷൻ കോസ്റ്റ് റൈസസ്, വിച്ച് ക്യാൻ റെഡ്യൂസ് പ്രോഫിറ്റ്.
എടാ മീൻസ് നമ്മളെ കോസ്റ്റ് കൂടി, മീൻസ് നമ്മളെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് പോയി കൂട്ടാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. കാരണം മാർക്കറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ടായിരിക്കും, അവരെന്ത് ചെയ്യും, അപ്പോൾ അതിനെക്കാട്ടിയും കുറവില്ലായിരിക്കും ചിലപ്പം വിൽക്കുന്നത്. നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടുവാണെങ്കിൽ അവർക്കത് ബെനിഫിറ്റ് ആകും, നമ്മളെ സെയിൽസ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഒരിക്കലും കൂട്ടാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ബാധിക്കുക? സെല്ലിംഗ് പ്രൈസ് സെയിം തന്നെ, കോസ്റ്റ് കൂടി. അതായത് 10 കോസ്റ്റ് ഉണ്ടായിരുന്നു, 15 വിറ്റുകൊണ്ടിരുന്ന സാധനം, അപ്പോൾ നമുക്ക് എത്ര ഉണ്ട് പ്രോഫിറ്റ്? 5 ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 എന്നുള്ളത് 12 15 തന്നെ വിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ പ്രോഫിറ്റ് 5 എന്നുള്ളത് 3 കുറഞ്ഞില്ലേ? അതല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്, റെഡ്യൂസ് പ്രോഫിറ്റ്സ്. നേരത്തെ പറഞ്ഞത് കമ്പനിയുടെ പ്രോഫിറ്റ് കുറയുന്നതോ അല്ലെങ്കിൽ ഏണിങ്സ് കുറയുന്നതോ എന്തോ ഒരു ഇവൻ്റ് ഒരു ആക്ഷൻ സംഭവിച്ചു, ആ റിസ്കിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ കോൺസെപ്റ്റാണ്, ആ പേരിൽ തന്നെ ഉണ്ട് എന്താ റിസ്ക് എന്നുള്ളത്. ബിസിനസ് റിസ്ക് എന്നുള്ളത് ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കെന്നാൽ അടുത്ത റിസ്ക് എന്താണെന്ന് നോക്കിയാലോ. നെക്സ്റ്റ് റിസ്ക് വരുന്നതാണ് സ്ട്രാറ്റജിക് റിസ്ക്. അതും ആ പേരിൽ തന്നെ ഉണ്ട്, സ്ട്രാറ്റജിക് റിസ്ക്. എടാ, നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ സ്ട്രാറ്റജീസ് ആയിരിക്കും. സ്ട്രാറ്റജീസിന് നമുക്ക് വേറെ രീതിക്ക് പറയാം, പ്ലാനുകൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്ലാനുകൾ വെച്ചിട്ടായിരിക്കും കമ്പനിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു, സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. നമ്മളതൊരു പ്ലാൻ അല്ലേ, അതൊരു സ്ട്രാറ്റജി അല്ലേ. ഈ സ്ട്രാറ്റജി ഫെയിലായി പോയി. മനസ്സിലായോ? നമ്മൾ എടുത്ത ഒരു പ്ലാൻ, നമ്മൾ ഡിസൈഡ് ചെയ്തൊരു പ്ലാൻ പ്രകാരമുള്ള ഡിസിഷൻ ഫെയിലായി, അല്ലെങ്കിൽ നമ്മളെ സ്ട്രാറ്റജി ഫെയിലായിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചു, സെയിൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏണിങ്സ് എന്താ, മീൻസ് നമുക്ക് ഏണിങ്സ് കിട്ടാതെ വരും, അല്ലെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകും. അത് തന്നെയാണ് ഈ ഒരു എഴുതി വെച്ചേക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജിക് റിസ്ക് എന്താണെന്ന് പറയുന്നതും അത് തന്നെയാണ്. സ്ട്രാറ്റജിക് റിസ്ക് ഇസ് ദ ചാൻസ് ദാറ്റ് എ കമ്പനീസ് പ്ലാൻ ഓർ സ്ട്രാറ്റജീസ് മേ ഫെയിൽ. ഇതാണ് ഏറ്റവും മെയിൻ, ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ ആ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്തായി പോയി? ഫെയിലായി. ബിക്കോസ് ഓഫ് ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ്. എന്തോ ബിസിനസ് എൻവയോൺമെൻറ്റിൽ എന്തോ ചേഞ്ചോ കാര്യങ്ങളോ സംഭവിച്ചപ്പോഴത്തേക്ക്, അത് എന്ത് വേണമെങ്കിലും ആവാം, കോമ്പറ്റീഷൻ കൂടിയ പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പം എന്തോ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ ചേഞ്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ പ്ലാൻ, നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻ അല്ലെങ്കിൽ നമ്മളെ സ്ട്രാറ്റജി എന്തായിപ്പോയി? ഫെയിലായിപ്പോയി. അതിനെയാണ് സ്ട്രാറ്റജി റിസ്ക് എന്ന് പറയുന്നത്. അത് കോമ്പറ്റീഷൻ, ഇൻറ്റേർണൽ ഡിസിഷൻ, നമ്മളെടുത്ത ഡിസിഷൻ പാളിയതാവാം, അങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടും ആവാം. ഇറ്റ് അഫക്ട് ദ കമ്പനീസ് എബിലിറ്റി ടു അച്ചീവ് ഇറ്റ്സ് ലോങ് ടേം ഗോൾസ്. ഈ സ്ട്രാറ്റജിക് റിസ്ക് എവിടെയായിരിക്കും എഫക്ട് ചെയ്യുക? ലോങ് ടേം ഗോൾസ് ആയിരിക്കും. സ്ട്രാറ്റജിക് റിസ്ക് കൊണ്ട് പ്രശ്നമുണ്ടായി. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ്, നമ്മളിപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കി, മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളെ പ്ലാൻ എന്തായിരിക്കും? ലോങ് ടൈമിലേക്കായിരിക്കില്ല ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അല്ലാതെ ഇന്ന് ഇറക്കി നാളെ വിറ്റ് നാളെ മറ്റന്നാൾ നിർത്താം, അങ്ങനെ ആയിരിക്കില്ല. ലോങ് ടൈമിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ലോങ് ടൈം ഗോൾസിനെ ആയിരിക്കും ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഒബ്ജക്റ്റീവ് ഇവിടെ എന്തായിരിക്കും? ലോങ് ടൈം ആയിരിക്കും. നമുക്കിവിടെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അതിനെ ആയിരിക്കും ഈ സ്ട്രാറ്റജിക് റിസ്ക് കൊണ്ട് നമുക്ക് എഫക്റ്റ് ഉണ്ടാകുന്നത്. അതാണ് താഴത്തെ പോയിന്റിൽ വീണ്ടും പറയുന്നത്, ലിങ്ക്ഡ് ടു ലോങ് ടൈം ഗോൾസ് ക്യാൻ ഇമ്പാക്ട് ദ കമ്പനി സ്ട്രാറ്റജി, റെപ്യൂട്ടേഷൻ ഓർ എബിലിറ്റി അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. കമ്പനിയുടെ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ കമ്പനിയുടെ സ്ട്രാറ്റജീസ്, ലോങ് ടൈം സ്ട്രാറ്റജീസ് ഒക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സ്ട്രാറ്റജി ഫെയിൽ ആയി കഴിഞ്ഞാൽ ലോങ് ടൈം സ്ട്രാറ്റജിയും സ്വാഭാവികമായിട്ടും നമ്മളെ കമ്പനിയുടെ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. കമ്പനിക്ക് പ്രോപ്പർലി ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരും. ഫസ്റ്റ് പോയിന്റ് എന്താണ്? അഫക്റ്റ് ദ ഹോൾ ഓർഗനൈസേഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രാറ്റജിയാണ് പാളിയെന്ന് കരുതിക്കുക, പക്ഷെ അത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കി വരുമ്പോൾ കമ്പനിയെ വോളായിട്ട് എന്ത് ചെയ്യും? അത് അഫക്റ്റ് ചെയ്യും. സ്ട്രാറ്റജിക് റിസ്ക് കമ്പനിയെ വോളായിട്ട് അഫക്റ്റ് ചെയ്യും. സ്ട്രാറ്റജിക് റിസ്ക് നമുക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഒരു പോയിൻ്റാണ്, മെയിൻ ഒരു പോയിൻ്റാണ്. ഹോൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? റൈസസ് ഫ്രം മേജർ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണലി അല്ലെങ്കിൽ ഇൻറ്റേർണലി എന്തോ ഒരു ഫാക്ടർ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അത് എന്തൊക്കെയാവാം? എക്കണോമി ആവാം, കോമ്പറ്റീഷൻ ആവാം, മാർക്കറ്റ് ചേഞ്ചസ് ആവാം, പലതാവാം. പക്ഷേ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? കമ്പനി എടുത്ത സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻ എന്തായി? ഫെയിൽ ആയതുകൊണ്ട് ഉണ്ടാകുന്ന റിസ്ക് ആണ് സ്ട്രാറ്റജിക് റിസ്ക്. ഇത് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഹാർഡ് ടു കൺട്രോൾ. നമ്മൾ ഓൾറെഡി എടുത്ത സ്ട്രാറ്റജി ഫെയിലായി പോയി, അല്ലെങ്കിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വന്നപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഔട്ടായി പോയി. ഇതൊക്കെ നമ്മളെ സ്ട്രാറ്റജി ഫെയിലിയർ ആണ്. അപ്പോൾ അതെന്ത് പറ്റി? മീൻസ് അതിന് നമുക്കിനി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മളെ കയ്യിൽ കൺട്രോൾ എന്തായിരിക്കും? ഭയങ്കര പാടായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചാണ്, ഹാർഡ് ടു കൺട്രോൾ ആണ്. ഓക്കെ, നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മൊബൈൽ ഫോൺ കമ്പനി അവരെന്ത് ചെയ്തു? ഒരു ന്യൂ മോഡൽ ലോഞ്ച് ചെയ്തു, ഒരു പുതിയ മോഡൽ ഫോൺ ലോഞ്ച് ചെയ്തു. ആ ടൈമിൽ ആര് വന്നു? കോമ്പറ്റീറ്റർ വന്നു. എന്തായിട്ട് വന്നു? ബെറ്റർ ആൻഡ് ചീപ്പർ വെർഷൻ. നമ്മൾ ഇറക്കിയതിനെക്കാട്ടിലും നല്ല ബെറ്റർ ആയിട്ടുള്ള, മീൻസ് നല്ല ഡിവൈസ് നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിൽ വന്നു. അപ്പോൾ നമ്മളെ സ്ട്രാറ്റജി പാളിപ്പോയില്ലേ? മാർക്കറ്റിൽ എന്തായിരുന്നു വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? പറ്റിയില്ല. നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജി നമ്മളെ പാളിപ്പോയില്ലേ? നമ്മൾ ഇത്രയും പ്രൈസ് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ആ ഒരു ഫോണിന് വെക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മളെ ഫെയിലായിപ്പോയി. മീൻസ് നമുക്ക് എപ്പോഴാണ് മനസ്സിലായത്? കോമ്പറ്റീറ്റർ ബെറ്റർ ആൻഡ് ചീപ്പർ പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളെ സ്ട്രാറ്റജി
ഫെയിലായത്. അതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? കമ്പനി സെയിൽസ് ഡ്രോപ്പ് ഷാർപ്പ്ലി. നമ്മളെ സെയിൽ എന്തായാലും കൂടുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെക്കാട്ടി നല്ല പ്രൊഡക്റ്റ് അപ്പുറത്ത് നിൽക്കുമ്പം നമ്മളത് ആരെങ്കിലും വാങ്ങില്ല. നമ്മളെ സെയിൽ എന്ത് ചെയ്യും? നമ്മളെ സെയിൽ കുറയും, താഴോട്ട് പോകും. ആൻഡ് ദ മാർക്കറ്റ് ഷെയർ ഡിക്രീസസ്. സെയിൽ പോയി കഴിഞ്ഞാൽ കമ്പനി ഇടിയില്ലടാ, കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കുറയും. ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ദ കമ്പനി സ്ട്രാറ്റജി ഡിഡ് നോട്ട് മാച്ച് ദ മാർക്കറ്റ് ചേഞ്ചസ്. മാർക്കറ്റിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടായിരുന്നു, അതിന് പറ്റിയ മാർക്കറ്റ് സ്ട്രാറ്റജി അല്ലായിരുന്നു നമ്മളെ കമ്പനി ഇറക്കിയത്. അതായിരുന്നു അവിടുത്തെ ഇഷ്യൂ. ആ ഒരു സ്ട്രാറ്റജി ഫെയിലിയർ ആണ് അവിടുത്തെ ഇഷ്യൂ വന്നത്. അപ്പം സ്ട്രാറ്റജിക് റിസ്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? ആ ഒരു പേരിൽ തന്നെ പറയുന്നുണ്ട് സ്ട്രാറ്റജിക് റിസ്ക് എന്താണെന്ന്. നമുക്ക് എന്നാൽ അടുത്ത ഇതിലേക്ക് പോയാൽ മൂന്നാമത്തെ ടൈപ്പ് റിസ്ക് ആണ് ഓപ്പറേഷണൽ റിസ്ക്. ഓപ്പറേഷണൽ റിസ്ക് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഓപ്പറേഷണൽ റിസ്ക് എന്നുള്ളത്. ഇവിടെ കമ്പനിയിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ഇല്ലേ, ഡേ ടു ഡേ ഓപ്പറേഷൻ ആവാം, അല്ലാത്ത ഓപ്പറേഷൻസ് കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു, അതിലല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചു, ആ ടൈമിൽ നമുക്ക് ലോസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഏണിങ്സ് ഇല്ലാതാവില്ലേ, അതിനെയാണ് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഓപ്പറേഷണൽ റിസ്ക് ഈസ് എ ചാൻസ് ദാറ്റ് എ കമ്പനി വിൽ ഫേസ് ലോസസ് because of problems in its internal operations such as people, system or processes not working as they should. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണ്, മെയിൻ ഒരു എംപ്ലോയി ഉണ്ടായിരുന്നു, ആ പുള്ളി കുറച്ച് ദിവസത്തേക്ക് എന്തൊക്കെയോ കാരണത്താൽ വന്നില്ല, മീൻസ് ഒരു പ്രശ്നം ഉണ്ടാക്കി പോയി, പുള്ളിയായിട്ട് വഴക്കായി. ആ കമ്പനിയിലെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തിരുന്ന പുള്ളിയാണ്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ ഫുൾ ഓപ്പറേഷനെ ബാധിക്കാം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാം. ഇപ്പോൾ എംപ്ലോയി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീസിലാണ് ആ ഒരു പ്രശ്നം ഉണ്ടാവുക. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇവിടെ ഒരു മെഷീൻ ഓറിയൻറ്റഡ് കമ്പനിയാണ്, നമ്മളിങ്ങനെ മെഷീൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഏറ്റവും മെയിനായിട്ടൊരു മെഷീനുണ്ട്, ആ മെഷീനിലൂടെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മെഷീൻ പെട്ടെന്ന് എന്തായി, ബ്രേക്ക് ഡൗൺ ആയെന്ന് കരുതിക്കുക, ആ കമ്പനിയിലെ മെയിൻ ഓപ്പറേഷൻ അല്ലേ അവിടെ സ്റ്റോപ്പ് ആയത്. ആ ഒരു ഓപ്പറേഷൻ സ്റ്റോപ്പ് ആയത് കൊണ്ടുണ്ടാകുന്ന റിസ്ക് ഇല്ലേ, കാരണം അത്രയും പ്രൊഡക്റ്റ് അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുവാണ്, നമുക്ക് പോകേണ്ട സെയിലാവേണ്ട പ്രൊഡക്റ്റാണ് അത് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്. അപ്പോൾ അത്രയും ടൈം നമുക്ക് നഷ്ടപ്പെട്ടു, അത്രയും പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്തായി, നമുക്ക് കിട്ടാതെ വന്നില്ലേ, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഏണിങ്സ് എന്തായി, കിട്ടാതെ വന്നു. അതാണ് ഓപ്പറേഷൻ റിസ്ക്. ആ പേരുകളിലുണ്ട്, എല്ലാ റിസ്കിൻ്റെയും പേരിലുണ്ട് എന്താണ് ആ ഒരു റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ ഡ്യൂ ടു ഫ്രോഡ്, ഹ്യൂമൻ എറേഴ്സ്, സിസ്റ്റം ഫെയിലിയർ ഓർ പുവർ ഇൻറ്റേർണൽ കൺട്രോൾ. ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പർ അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം, അവിടെ ഓപ്പറേഷണൽ റിസ്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പർ അല്ലെങ്കിൽ ഓപ്പറേഷൻസും പ്രോപ്പർ ആവില്ല, അവിടെ ഉണ്ടാവും. ഇനി നേരെ മറിച്ച് ഫ്രോഡ് സംഭവിച്ചു, ഒരാൾ ഫ്രോഡ് ചെയ്തു, അത് അറിഞ്ഞില്ല, അതും ഒരു ഓപ്പറേഷനെ ബാധിക്കാനായിട്ട് സാധ്യതയില്ല. ഇപ്പം കുറേ മെറ്റീരിയൽസ്, നല്ല മെറ്റീരിയൽസിന് പകരം ചീപ്പർ മെറ്റീരിയൽസ് വെച്ച് ഒരു എംപ്ലോയി എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ ഓപ്പറേഷനെ ബാധിക്കാതെ നമ്മളെ മെഷീൻ ചിലപ്പോൾ അത് കാരണം അടിച്ചു, അല്ലെങ്കിൽ നമ്മളെ മീൻസ് നമ്മളെ ഫിനിഷ്ഡ് ഗുഡിൽ പ്രശ്നം ഉണ്ടാവാം, അതൊക്കെ ഓപ്പറേഷനെ ബാധിച്ച് എങ്ങനെ, ഫ്രോഡ് വഴി. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടെന്താവാം നമ്മൾ ഈ ഒരു ഓപ്പറേഷണൽ റിസ്ക് ഉണ്ടാവാം. ഹ്യൂമൻ എറേഴ്സ് പറയുന്നുണ്ട്, സിസ്റ്റം ഫെയിലിയേഴ്സ് പറയുന്നുണ്ട്, ഇതെല്ലാം ഓപ്പറേഷണൽ റിസ്കിലേക്ക് എത്തിക്കും. അൺലൈക്ക് സ്ട്രാറ്റജിക് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക് ആർ യൂഷ്വലി വിത്തിൻ മാനേജ്മെൻറ്റ്സ് കൺട്രോൾ ആൻഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ത്രൂ ഗുഡ് പ്ലാനിങ് ആൻഡ് മോണിറ്ററിങ്. എടാ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ആ കമ്പനിയിലെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി, ഇത് ആ മാനേജ്മെൻറ്റ് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആവാതെ പ്രോപ്പർലി വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ലേ. എങ്ങനെ നമുക്ക് നോക്കാം, ഇവിടെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, മെഷീനെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം, പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് പ്രോപ്പർലി അതിന് മെയിൻ്റനൻസ് ഒക്കെ നടത്തുവാണെങ്കിൽ ആ മെഷീൻ എന്താവും, കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, അവിടെ ഒരു ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷണൽ റിസ്കിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരിക്കലും ഒരു റിസ്കിനെ നമുക്ക് ഫുള്ളി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാം എന്നൊക്കെ പറയും. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ആർക്ക്, മീൻസ് ആ ഒരു മാനേജ്മെൻറ്റിന് കറക്റ്റ്ലി കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും, ഒന്ന് ശ്രമിച്ചാൽ. ആ ഒരു ശ്രമിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഈ ഓപ്പറേഷണൽ റിസ്കിലേക്ക് എത്തുന്നത്. ഓപ്പറേഷണൽ റിസ്ക് ഒരിക്കലും ഫുള്ളി എലിമിനേറ്റ് പറ്റില്ല, ഒരു റിസ്ക്കും എലിമിനേഷൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഒരു ബാങ്ക് എന്ത് ചെയ്തു, അവരുടെ ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തു. മീൻസ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാങ്കിങ് സിസ്റ്റത്തിന് പകരം പുതിയൊരു ബാങ്കിങ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തു. പക്ഷേ എന്ത് പറ്റി, അവരുടെ ടെക്നിക്കൽ എറർ വന്നു, ആ സിസ്റ്റം ഫുള്ളായിട്ട് എന്തായി, ക്രാഷായി, കുറേ മണിക്കൂറുകൾ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഓക്കെ, എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും നമ്മളെ SBIയുടെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരുണ്ടോ? SBIയുടെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്, അവരുടെ സെർവർ ഡൗൺ ആവും, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, UPI ട്രാൻസാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും ബാങ്ക് സെർവർ ഡൗൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും, പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട് SBIയിൽ. അത് ആ ഒരു കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, പല യൂസേഴ്സും SBI ബാങ്കിൽ അക്കൗണ്ട് എടുക്കാതെ വേറെ ബാങ്കുകളിലേക്ക് പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായി, ആ ഒരു ബാങ്കിന് ടെക്നിക്കൽ എറർ ഉണ്ടായതോടുകൂടി എന്താ, മീൻസ് ആ ടെക്നിക്കൽ എറർ എന്താണ്, ഒരു ഓപ്പറേഷണൽ റിസ്ക് അല്ലേ, അവരുടെ ഓപ്പറേഷനെ ബാധിച്ചതല്ലേ,
മനസ്സിലായില്ലേ? അതാണ് ഈ ഒരു ഓപ്പറേഷണൽ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ എന്താവും, കസ്റ്റമേഴ്സ് ആർ അണേബിൾ ടു ട്രാൻസ്ഫർ മണി, പൈസ അടയ്ക്കാൻ പറ്റില്ല, ലീഡിങ് ടു കംപ്ലയിൻസ് ആൻഡ് ലോസ്റ്റ് ഓഫ് ട്രസ്റ്റ്, കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് പോകണം. നമ്മളിപ്പോൾ SBI ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും, അവർക്ക് ഇങ്ങനെ പല പ്രാവശ്യങ്ങൾ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ ഒരു ബാങ്കിനോട് ട്രസ്റ്റ് പോകും, വേറെ ബാങ്കുകളിലേക്ക് പോകും. അതെന്ത് ചെയ്യും, അവരുടെ സെയിൽസിനെ മീൻസ് സെയിൽസിനെ അഫക്റ്റ് ചെയ്യുക, അവരുടെ ഏണിങ്സ് ഇല്ലാതാക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് പോകും. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? ബിക്കോസ് ഓഫ് ഫെയിലിയർ ഇൻ ഇൻറ്റേർണൽ സിസ്റ്റം. ഈ ഒരു ഇഷ്യൂ ഉണ്ടായി, ഈ ഒരു എക്സാമ്പിൾ പ്രകാരമുള്ള ഇഷ്യൂ എന്തുകൊണ്ടുണ്ടായതാണ്? അവർ ഇൻറ്റേർണൽ സിസ്റ്റം പ്രോപ്പർ അല്ല. അവരിടക്കിടക്ക് എന്ത് ചെയ്യണം, സെർവർ ചെക്ക് ചെയ്യണം, ഇത്ര ആളുകളെ താങ്ങാൻ പറ്റുന്ന സെർവറാണോ ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പ്രോപ്പർലി പോവുകയാണെങ്കിൽ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാവാതെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ഓപ്പറേഷണൽ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓപ്പറേഷണൽ റിസ്ക് തന്നെ നമുക്ക് രണ്ടായിട്ട് ടൈപ്പ് ആക്കാം. മീൻസ് 2 ടൈപ്സ് ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട്. ഇതിനെ നമുക്ക് 4 എന്ന് വേണേൽ പറയാം, അതേപോലെ അടുത്തതിനെ നമുക്ക് 5 എന്നും വിളിക്കാം. ഇതുകൊണ്ട് കൂട്ടിയിട്ടാണ് 24 റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം 2 ടൈപ്പ് ഉണ്ട്. രണ്ടും വരുന്നതാണ് നമ്മളെ നിയമങ്ങളില്ല, ലോസ് റിലേറ്റ് ചെയ്തിട്ടാണ് രണ്ടും വരുന്നത്. ഒന്ന് ലീഗൽ റിസ്ക്കും രണ്ടാമത്തത് കംപ്ലയൻസ് റിസ്ക്കുമാണ്. ഇത് രണ്ടും മീൻസ് നമുക്ക് കൺഫ്യൂഷൻ വരാം എന്താണ് പ്രശ്നം എന്നുള്ളത്. രണ്ടും ലീഗലി റിലേറ്റഡ്, മീൻസ് ഒരു നിയമപരമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്ക്കുകളാണ് രണ്ടും. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്ന് നോക്കാം. ലീഗൽ റിസ്ക്, നമുക്കിതിനെ വേറൊരു പേരൂടെ പറയാം, ലിറ്റിഗേഷൻ റിസ്ക്. മറന്നുപോയാൽ ചിലപ്പോൾ എക്സാംസിന് ആ ഒരു രീതിക്ക് വേണേൽ ചോദിക്കാം. കംസ് ഫ്രം ദ ചാൻസ് ഓഫ് ബീങ് ഇൻവോൾവ്ഡ് ഇൻ എ ലോ സൂട്ട് ഓർ ലീഗൽ ഡിസ്പ്യൂട്ട്. എടാ ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. എ കാർ മാനുഫാക്ചർ സെൽസ് എ ന്യൂ മോഡൽ. ഒരു കാർ മാനുഫാക്ചർ എന്തൊരു പുതിയ മോഡൽ വിറ്റു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, സം കാർസ് ആർ ഫൗണ്ട് ഫോൾട്ടി ബ്രേക്സ്, അതായത് ബ്രേക്ക് സിസ്റ്റം ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. ആ കാറിൻ്റെ ബ്രേക്സ് ഫെയിലിയർ ഉണ്ടായിരുന്നു. അത് കാരണം എന്തുണ്ടായി, ആക്സിഡൻസ് ഉണ്ടായി. ആക്സിഡൻസ് ഉണ്ടായപ്പം ഇഞ്ചുറി പറ്റിയ കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു, അവർക്കെതിരെ കേസ് കൊടുത്തു. ആ കമ്പനിക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ കമ്പനി എന്ത് ചെയ്തു, കോമ്പൻസേഷൻ അടയ്ക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും കോടതി വിധി വന്നു, പരിക്ക് പറ്റിയവർക്ക് ചികിത്സാ സഹായം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്നോണം കമ്പനി പൈസ അടയ്ക്കേണ്ടതായിട്ട് വന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിലൂടെ കമ്പനിക്ക് എന്ത് ചെയ്തു, മീൻസ് ആ ഒരു കേസ് വന്നതുകൊണ്ട് കമ്പനിക്ക് എന്തായി, കുറച്ച് പൈസ ചിലവുണ്ടായി, കുറച്ച് നഷ്ടം ഉണ്ടായില്ലേ. അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒബ്ജക്റ്റീവ് എന്തായാലും ഇത്ര സെയിൽ നടത്തണമെന്നായിരുന്നു. ഈ ഒരു കേസ്, ഈ ഒരു ബ്രേക്ക് പ്രശ്നമുള്ള കമ്പനിയുടെ കാർ ആരെങ്കിലും പോയി വാങ്ങത്തില്ല. സ്വാഭാവികമായിട്ട് അവരുടെ സെയിൽസ് ബാധിക്കും, അവർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാതെ വരും. മനസ്സിലായോ? ലീഗൽ റിസ്ക് മനസ്സിലായോ? ലോ സൂട്ട് ഓർ ലീഗൽ ഡിസ്പ്യൂട്ട്, അതായത് ആരെങ്കിലും കേസ് കൊടുത്തത് മൂലം നമ്മളെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ റിസ്കിനെയാണ് ലീഗൽ റിസ്ക് എന്ന് പറയുന്നത്. ഇതുമായിട്ട് റിലേറ്റഡ് ആണ് കംപ്ലയൻസ് റിസ്ക്. നമുക്കത് നോക്കാം എന്താണെന്ന്, വ്യത്യാസം എന്താണെന്ന് നോക്കാം. കംപ്ലയൻസ് റിസ്ക് ഇസ് ദ റിസ്ക് ദാറ്റ് എ കമ്പനി വിൽ ഫേസ് പെനാൽറ്റീസ് ഓർ ലോസസ് ഫോർ നോട്ട് ഫോളോയിങ് റൂൾസ്, ലോസ്, റെഗുലേഷൻസ്. ഇവിടെ നിയമങ്ങൾ പാലിക്കാതെ വന്നപ്പോഴത്തേക്ക് അവർക്ക് എന്ത് കിട്ടി, പെനാൽറ്റിയോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ ഒക്കെ സംഭവിച്ചു. അതിനെയാണ് കംപ്ലയൻസ് റിസ്ക്. നിങ്ങളിപ്പോൾ ആലോചിക്കും, ഇത് തന്നെയല്ലേ നേരത്തെ ലീഗൽ റിസ്കിലും പറഞ്ഞു തന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ലീഗൽ റിസ്കിൽ എന്തായിരുന്നു, ലീഗൽ റിസ്കിൽ കേസ് കൊടുത്തപ്പോഴായിരുന്നു അവർക്ക് പ്രശ്നം ഉണ്ടായത്. കംപ്ലയൻസിൽ കേസ് കൊടുക്കണം എന്നില്ല, അല്ലാതെയും ഉണ്ടാവാം. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി, കേസ് കൊടുക്കണമെന്നില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ത് ചെയ്തു, അവർ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം എന്ത് ചെയ്യണം, ഇപ്പം പല മെഡിസിൻസും കണ്ടിട്ടില്ലേ, ഡ്രഗ് എ കണ്ടൻറ്റ്, ഡ്രഗ് ബി കണ്ടൻറ്റ്, കറക്റ്റ്ലി എന്ത് ചെയ്യണം, ലേബൽ ചെയ്യണം. ഈ ലേബൽ എന്ത് ചെയ്തില്ല, ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ചെയ്തില്ല. ഇതാരും കേസൊന്നും കൊടുത്തില്ല. പക്ഷേ എന്ത് ചെയ്തു, നമ്മളെ ഗവൺമെൻറ്റിൽ നിന്നൊരു ഇൻസ്പെക്ഷൻ വന്നു. ആ ഇൻസ്പെക്ഷൻ വന്ന ടൈമിൽ ഈ ഇഷ്യൂ എന്ത് ചെയ്തു, ആ ഇൻസ്പെക്ടേഴ്സ് കണ്ടുപിടിച്ചു. അവരെന്ത് ചെയ്തു, ഫൈൻ കൊടുത്തു. മനസ്സിലായില്ലേ? ഈ ഒരു ഫൈൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ന്യൂസ് ആകുമ്പോൾ ആ കമ്പനിയുടെ ആ ഒരു ബ്രാൻഡിൻ്റെ മരുന്നുകൾ ആരും വാങ്ങാതെ വരും. അവരുടെ സെയിൽസ് ഉദ്ദേശിച്ച വിധത്തിൽ നടക്കണമെന്നില്ല, അവരുടെ ഏണിങ്സ് ബാധിക്കും, പ്രോഫിറ്റ് കുറയും, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ് എന്തായി, ബ്രേക്കായി, നടക്കാതെ വന്നു. എന്തുകൊണ്ട്? ഈ ഒരു പ്രശ്നം നടന്നതുകൊണ്ട്. ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്, ഇൻസ്പെക്ഷൻ നടന്നു. ഇൻസ്പെക്ഷൻ നടക്കാൻ കാരണം എന്തായിരുന്നു, അവർ പ്രോപ്പർലി ഗവൺമെൻറ് റൂൾസ് പാലിച്ചില്ല. മനസ്സിലായോ? ലീഗലിനകത്ത് ആരോ കേസ് കൊടുത്തിരുന്നു. ഇവിടെ കേസോ കാര്യങ്ങളൊന്നും വരണമെന്നില്ല, അല്ലാതെ തന്നെ എന്ത് സംഭവിച്ചു, ഇവർക്ക് പെനാൽറ്റിയോ ഫൈനോ കാര്യങ്ങളോ കിട്ടി. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ കമ്പനി എന്ത് ചെയ്തില്ല, ഇവരിവിടെ കമ്പനി പോളിസീസ് അല്ലെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്തില്ല, ഫോളോ ചെയ്തില്ല. അത് കാരണമാണ് ഉണ്ടായത്. മറ്റേടത്ത് അത് ചെയ്തില്ല, ഓൾറെഡി ആ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഓക്കെ, അതോടൊപ്പം അവർക്ക് എങ്ങനെയായിരുന്നു കോമ്പൻസേഷൻ വന്നത്, ആരോ കേസ് കൊടുത്തതുകൊണ്ട്. അതാണ് ലീഗൽ റിസ്ക്. ഇവിടത്തേക്ക് വന്നപ്പോൾ കേസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഇൻസ്പെക്ഷൻ നടന്നപ്പോഴോ അങ്ങനെ എന്തോ ഒരു ടൈമിൽ ഇവർക്ക് എന്ത് ചെയ്തു, ഫൈന് കിട്ടി. അവിടെ കേസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രോപ്പർലി മനസ്സിലാക്കി വെച്ചു. നമ്മളപ്പം ഈ ക്ലാസ്സിൽ ഇത്രയും റിസ്ക്കാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ബാലൻസ് ടൈപ്പ് ഓഫ് റിസ്ക്കുകളുണ്ട്. നമ്മളിപ്പോൾ അറൗണ്ട് ഒരു 5 റിസ്ക് പഠിച്ചു. ഇനി നമുക്ക് എത്ര എണ്ണം റിമൈനിങ് ഉണ്ട്, 19 എണ്ണം റിമൈനിങ് ഉണ്ട്.
അപ്പോൾ ഈ 5 റിസ്ക് എന്താണെന്ന് നല്ല രീതിയിൽ ക്ലാസ് കേൾക്കുക, ടെക്സ്റ്റ് വായിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് വായിച്ച് തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.